Dear students, welcome to the revision session of Indian financial market. This is an exam oriented session. Okay. So first of all, നമ്മൾ മൊഡ്യൂൾ 1 ഇന്ത്യൻ ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്നുള്ള ഈ സബ്ജക്റ്റിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. സോ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞിരുന്നാൽ മാത്രമേ നമുക്ക് കറക്റ്റ് സ്കോർ ചെയ്യാൻ പറ്റത്തുള്ളൂ. മാത്രമല്ല ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ തെറ്റിച്ച് കഴിഞ്ഞാൽ തീർച്ചയായും നമ്മുടെ എക്സാമിനേഷൻ്റെ ഇംപ്രഷൻ നഷ്ടപ്പെടുകയും നമ്മുടെ മാർക്ക് നല്ല രീതിക്ക് കുറയുകയും ചെയ്യും. അതുകൊണ്ട് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളിൽ ഒരു വിട്ടുവീഴ്ചയും പാടില്ല. അതിൻ്റെ മീനിങ് നമ്മൾ കറക്റ്റായിട്ട് ഉൾക്കൊണ്ട് വേണം നമ്മൾ ആൻസർ എഴുതാൻ. ഒന്നെങ്കിൽ നമുക്ക് ആൻസർ കാണാതെ പഠിച്ചിട്ട് നമുക്ക് എഴുതാൻ പറ്റും, അതർവൈസ് നമ്മളത് മനസ്സിലാക്കിയിട്ട് നമ്മുടെ ഓൺ സെൻറ്റൻസിൽ എഴുതാൻ പറ്റും. എങ്ങനെയാണെങ്കിലും അതിൻ്റെ മീനിങ് കറക്റ്റ് ആയിരിക്കണം. ഓക്കെ, സോ നമുക്ക് കണ്ടൻറ്റിലോട്ട് മൂവ് ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ ഫിനാൻഷ്യൽ സിസ്റ്റം. ഫിനാൻഷ്യൽ സിസ്റ്റം എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ സിസ്റ്റം ഈസ് എ സെറ്റ് ഓഫ് ആക്ടിവിറ്റീസ് which facilitate transfer of financial resources from servers to investors. ഫിനാൻഷ്യൽ സിസ്റ്റം എന്ന് പറയുന്നത് എ സെറ്റ് ഓഫ് ആക്ടിവിറ്റീസ്, ഒരു കൂട്ടം പ്രവർത്തനങ്ങളാണ് വിച്ച് ഫെസിലിറ്റേറ്റ് ട്രാൻസ്ഫർ ഓഫ് ഫിനാൻഷ്യൽ റിസോഴ്സസ് ഫ്രം സെർവേഴ്സ് ടു ഇൻവെസ്റ്റേഴ്സ്. അതായത് സമ്പത്ത് ആരുടെ കയ്യിലാണോ ഉള്ളത് അവരിൽ നിന്നും, സെർവേഴ്സിൽ നിന്നും ആർക്കാണോ സമ്പത്ത് വേണ്ടത് അവരുടെ കയ്യിലോട്ട് ഇത് എത്തിച്ചു കൊടുക്കുന്ന ഒരു കൂട്ടം പ്രവർത്തനങ്ങളാണ് ഫിനാൻഷ്യൽ സർവീസസ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സിസ്റ്റം എന്നിവിടെ പറയുന്നത്. ഓക്കെ, സോ ഫിനാൻഷ്യൽ സിസ്റ്റം റെഫേഴ്സ് ടു സെറ്റ് ഓഫ് ആക്ടിവിറ്റീസ് വിച്ച് ഫെസിലിറ്റേറ്റ് ട്രാൻസ്ഫർ ഓഫ് ഫിനാൻഷ്യൽ റിസോഴ്സസ് ഫ്രം സെർവേഴ്സ് ടു ഇൻവെസ്റ്റേഴ്സ്. സോ ഫിനാൻഷ്യൽ റിസോഴ്സസ് സെർവേഴ്സിൻ്റെ കയ്യിൽ നിന്നും ഇൻവെസ്റ്റേഴ്സിൻ്റെ കയ്യിലോട്ട് എത്തിക്കുന്ന ഒരു കൂട്ടം ആക്ടിവിറ്റീസാണ് ഫിനാൻഷ്യൽ സിസ്റ്റം. ഓക്കെ, അപ്പോൾ ഈ ഫിനാൻഷ്യൽ സിസ്റ്റത്തിൻ്റെ റോള് അല്ലെങ്കിൽ ഫങ്ഷൻസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതായത് ഈ ഫിനാൻഷ്യൽ സിസ്റ്റത്തിനകത്ത് വരുന്ന ഓൾമോസ്റ്റ് കടന്നു വരുന്ന എല്ലാത്തിൻ്റെയും ഒരു ബേസിക് ആയിട്ടുള്ള പോയിൻറ്റ്സ് ആണ് ഈ 4 പോയിൻറ്റ്സ്. ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഫിനാൻഷ്യൽ ഇപ്പോൾ അഡ്വാൻറ്റേജ് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എഴുതാൻ പറ്റും, അങ്ങനെയൊക്കെ നമുക്ക് എഴുതാൻ പറ്റുന്നൊരു കാര്യമാണ്. സോ എൻകറേജ് സേവിങ്സ്. അപ്പോൾ ആളുകളുടെ കയ്യിൽ ക്യാഷ് വരുമ്പോൾ ആ ക്യാഷ് ചിലവഴിച്ച് തീർക്കാതെ സേവിങ്സിനെ പ്രോത്സാഹിപ്പിക്കുന്ന പ്രവർത്തനങ്ങളാണ് ഫിനാൻഷ്യൽ സിസ്റ്റം എന്ത് ചെയ്യുന്നത്, പ്രൊമോട്ട് ചെയ്യുന്നത്. അപ്പോൾ സേവിങ്സ് ലൈക്ക് ഇപ്പോൾ ബാങ്കിൽ നിക്ഷേപിക്കുന്നതാണെങ്കിലും ഷെയറുകളിൽ നിക്ഷേപിക്കുന്നതാണെങ്കിലും ഗോൾഡിൽ നിക്ഷേപിക്കുന്നതാണെങ്കിലും മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിക്കുന്നതാണെങ്കിലും ഇങ്ങനെ ആളുകളുടെ കയ്യിലുള്ള ക്യാഷ് അവർ ചിലവഴിച്ച് തീർക്കാതെ അവർക്കൊരു സേവിങ്സ് ആയിട്ടത് പ്രോത്സാഹിപ്പിക്കുന്ന അല്ലെങ്കിൽ സേവിങ്സ് ആയിട്ട് അത് വെക്കാൻ വേണ്ടി പ്രോത്സാഹിപ്പിക്കുന്ന സംവിധാനമാണ് എൻകറേജസ് സേവിങ്സ്. ദെൻ മൊബിലൈസേഷൻ ഓഫ് സേവിങ്സ്. ഈ സേവിങ്സ് ആളുകളുടെ കയ്യിൽ നിന്ന് സേവിങ്സ് മേടിക്കുമെങ്കിലും ആ സേവിങ്സ് എവിടെയെങ്കിലും വെറുതെ വെച്ചിരിക്കുകയല്ല ചെയ്യുന്നത്. ആ സേവിങ്സ് ആവശ്യമുള്ള ആളുകളിലോട്ട് എത്തിക്കുക എന്നുള്ളതാണ് മൊബിലൈസേഷൻ മീൻസ് മൂവ്മെൻ്റ് ആണ്, മൂവ്മെൻറ്റ് ഓഫ് സേവിങ്സ്. ആ സേവിങ്സ് ആവശ്യമുള്ള ആളുകളിലോട്ട് എത്തിക്കുക എന്നുള്ളതാണ്. നെക്സ്റ്റ് പൂളിംഗ് ഓഫ് ഫണ്ട്. ഈ പറയുന്ന ഫണ്ട് എന്ത് ചെയ്യും, വ്യത്യസ്തമായിട്ടുള്ള മേഖലകളിൽ നിക്ഷേപിക്കും. അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള മേഖലകളിൽ അതിൻ്റെ ഒരു ഉണർവുണ്ടാകും. നമുക്കറിയാം, ഒരാൾ ബിസിനസ് സ്ഥാപനം തുടങ്ങിക്കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരാൾക്ക് ജോലി കിട്ടും, ഒരാൾക്ക് വരുമാനമാകും, മറ്റ് കസ്റ്റമേഴ്സിന് സാധനങ്ങൾ കിട്ടും. അങ്ങനെ ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. അങ്ങനെ മറ്റുള്ളവർക്ക് ബെനിഫിറ്റ് ആവുന്ന കാര്യങ്ങളിലോട്ട് ക്യാഷിനെ ഇൻവെസ്റ്റ് ചെയ്യുന്ന പ്രക്രിയയാണ് പൂളിംഗ് ഓഫ് ഫണ്ട് എന്ന് പറയുന്നത്. ദെൻ ഹെൽപ്സ് ഇൻ ക്യാപിറ്റൽ ഫോർമേഷൻ. നമുക്കറിയാം, ഒരുപാട് വലിയ വലിയ ഐഡിയകൾ ഒരുപാട് ആളുകളുടെ കയ്യിലുണ്ട്. അതെല്ലാം തന്നെ പ്രാവർത്തികമാക്കണമെങ്കിൽ അതിനൊക്കെ ഫിനാൻസ് വേണം. ഫിനാൻസ് ഈസ് ടേംഡ് ആസ് ദ ലൈഫ് ബ്ലഡ് ഓഫ് ബിസിനസ്. ബിസിനസ്സിൻ്റെ ലൈഫ് ബ്ലഡാണ് ഫിനാൻസ് എന്നാണ് പറയപ്പെടുന്നത്. അപ്പം ബിസിനസ് മൂവ് ചെയ്യണമെങ്കിൽ ഫിനാൻസ് വേണം. സോ വലിയ വലിയ ബിൽഡിങ്സ് കൺസ്ട്രക്ട് ചെയ്യാനും അല്ലെങ്കിൽ റോഡ് അങ്ങനെയുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസൊക്കെ ഡെവലപ്പ് ചെയ്യാനും ഫിനാൻസ് ആവശ്യമാണ്. ആ ഫിനാൻസ് ആളുകളുടെ കയ്യിൽ വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ അത് ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയാതെ വരും. ആയതിനാൽ ആ ഒരു ഫണ്ട് എങ്ങനെയെങ്കിലും സെർവേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ഇൻവെസ്റ്റേഴ്സിൻ്റെ കയ്യിലോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഫിനാൻഷ്യൽ സിസ്റ്റം എന്ത് ചെയ്യുന്നത്, പ്രവർത്തിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് സ്ട്രക്ചർ ഓഫ് ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം. ഇതൊരു എസ്സേ ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള മേഖലയാണ്. സോ ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഞാൻ ഓടിച്ചു പറയാനാണ് ആഗ്രഹിക്കുന്നത്. സോ അതിൻ്റെ കമ്പോണൻസ്, ഫിനാൻഷ്യൽ സിസ്റ്റം അല്ലെങ്കിൽ സ്ട്രക്ചർ ഓഫ് ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം ആണ് ഇവിടെ പറയുന്നത്. മെയിനായിട്ട് 4 കമ്പോണൻ്റായിട്ട് 4 കമ്പോണൻ്റായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, മാർക്കറ്റ്, ഇൻസ്ട്രുമെൻറ്റ്സ് ആൻഡ് ഫിനാൻഷ്യൽ സർവീസസ്. സോ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലെങ്കിൽ ഇൻ്റർമീഡിയറീസ് എന്ന് പറയും. അതായത് സെർവേഴ്സിനെയും ഇൻവെസ്റ്റേഴ്സിനെയും ബന്ധിപ്പിക്കുന്ന നിലനിൽക്കുന്ന സ്ഥാപനമാണ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. which refer all kinds of financial institutions and investing institution which facilitate financial transaction in a financial market. അപ്പോൾ വേറെ ഒന്നുമില്ല, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഈസ് ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻ which facilitate financial transaction സാധ്യമാക്കുന്ന സ്ഥാപനങ്ങൾ മാത്രമാണ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ നിങ്ങൾ നോക്കുകയാണെങ്കിൽ അറിയാൻ പറ്റും, ഇവിടെ തന്നെ വീണ്ടും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്നും നോൺ ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുമ്പോൾ ആസ് നെയിം ഇൻഡിക്കേറ്റ്, എൻ്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ജനറൽ ബാങ്കിങ് ആക്ടിവിറ്റീസ് ചെയ്യുന്ന സ്ഥാപനങ്ങളാണ് ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ആൻഡ് നോൺ ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ദീസ് ആർ ദ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ബട്ട് they are not doing the general banking
ആക്ടിവിറ്റീസ്. ജനറൽ ബാങ്കിങ് ആക്ടിവിറ്റീസ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കറിയാം അക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ് ഫ്രം ദ പബ്ലിക് ആൻഡ് ലെൻഡിങ് മണി. അപ്പോൾ ജനങ്ങളിൽ നിന്ന് ഡെപ്പോസിറ്റ് അക്സെപ്റ്റ് ചെയ്യുകയും അവർക്ക് ആവശ്യത്തിന് ലോൺസും മറ്റുമൊക്കെ കൊടുക്കുന്ന സ്ഥാപനങ്ങളാണ് ബാങ്കിങ് എന്ന് നമ്മൾ പറയുന്നത്. അങ്ങനെ അല്ലാത്ത ഫിനാൻഷ്യൽ സ്ഥാപനങ്ങളുണ്ട്, അതാണ് നോൺ ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അപ്പോൾ ജനറൽ ബാങ്കിങ് ബിസിനസ് ചെയ്യുന്ന സ്ഥാപനങ്ങളാണ് ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ. അതിൻ്റെ മീനിങ് ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റുന്ന കാര്യം തന്നെയാണ്. ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആർ ദോസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് വിച്ച് പ്രൊവൈഡ്സ് ജനറൽ ബാങ്കിങ് ബിസിനസ് സർവീസസ്. ഓക്കെ, ജനറൽ ബാങ്കിങ് ബിസിനസ് സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ദെൻ നോൺ ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണെങ്കിൽ വിച്ച് ഡസ് നോട്ട് പ്രൊവൈഡ് ജനറൽ ബാങ്കിങ് സർവീസസ്. ദെൻ നോൺ ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷനെ വീണ്ടും തരംതിരിക്കുന്നുണ്ട്. ഡെവലപ്മെൻറ്റ് ബാങ്ക് എന്നും ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഈ ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷനും വീണ്ടും ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. കൊമേഴ്സ്യൽ ബാങ്ക്സ്, അങ്ങനെയുള്ള കോപ്പറേറ്റീവ് ബാങ്ക്സ്, അങ്ങനെയുള്ള ക്ലാസിഫിക്കേഷൻസ് അവിടെ വരുന്നുണ്ട്. അതും കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ദെൻ നോൺ ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ വീണ്ടും ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഡെവലപ്മെൻറ്റ് ബാങ്ക്സ്, അതുപോലെ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. സോ ഡെവലപ്മെൻറ്റ് ബാങ്ക്സ് ആസ് ദ നെയിം ഇൻഡിക്കേറ്റ്സ്, പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ പല ബിസിനസ് സ്ഥാപനങ്ങൾക്കും അവരുടെ ഒരു ഡെവലപ്മെൻറ്റിനെ ഫിനാൻഷ്യലി ഹെൽപ്പ് ചെയ്യുന്ന സ്ഥാപനങ്ങളാണ് ഡെവലപ്മെൻറ്റ് ബാങ്ക്സ് എന്ന് പറയുന്നത്. പിന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഇപ്പോൾ ഈ ഡെവലപ്മെൻറ്റ് ബാങ്ക്സിന് എക്സാമ്പിളായിട്ട് പറയാം ഇപ്പോൾ IDBI, ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. അപ്പോൾ ഇൻഡസ്ട്രീസിനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിരിക്കുന്ന ഒരു ബാങ്കാണ് IDBI എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണെങ്കിൽ നമ്മൾ പറയുന്നത് ജനങ്ങളുടെ കയ്യിൽ നിന്നും ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻവൈറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ പബ്ലിക്കിൻ്റെ കയ്യിൽ നിന്നും ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻവൈറ്റ് ചെയ്യുന്ന സ്ഥാപനങ്ങളാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ലൈക്ക് UIT, യൂണിറ്റ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ, LIC, ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ. ഇവരെല്ലാം തന്നെ ജനങ്ങളുടെ കയ്യിൽ നിന്നും ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻവൈറ്റ് ചെയ്തിട്ട് നടത്തുന്ന, അവർക്ക് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഇൻഷുറൻസ് പോലെയുള്ള സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനങ്ങളാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഈസ് ഫിനാൻഷ്യൽ മാർക്കറ്റ്. സോ ഫിനാൻഷ്യൽ മാർക്കറ്റ് ഈസ് എ പ്ലേസ് വെയർ ദ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ ഒക്കർ. എവിടെയാണോ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ നടക്കുന്നത് ആ ഒരു ഏരിയയെ, ആ ഒരു പ്ലേസിനെ നമ്മൾ ഫിനാൻഷ്യൽ മാർക്കറ്റ് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ഫിനാൻഷ്യൽ മാർക്കറ്റ് ഈസ് എ പ്ലേസ് വെയർ ദ സെർവേഴ്സ് ആൻഡ് ഇൻവെസ്റ്റേഴ്സ് ആർ മെറ്റ്. എവിടെയാണോ സെർവേഴ്സും ഇൻവെസ്റ്റേഴ്സും മീറ്റ് ചെയ്യുന്നത് ആ ഒരു പ്ലേസിനെ നമുക്ക് ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്ന് പറയാൻ പറ്റും. സോ ഫിനാൻഷ്യൽ മാർക്കറ്റ് നമ്മൾ വീണ്ടും ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. മണി മാർക്കറ്റ്, ക്യാപിറ്റൽ മാർക്കറ്റ്, മോർഗേജ് മാർക്കറ്റ്, ഗ്യാരണ്ടി മാർക്കറ്റ്, ഇങ്ങനെയുള്ള ക്ലാസിഫിക്കേഷൻസ് വരുന്നുണ്ട്. സോ അതിൻ്റെ മീനിങ് നമുക്ക് ജസ്റ്റ് നോക്കാം. ഇപ്പോൾ മണി മാർക്കറ്റും ക്യാപിറ്റൽ മാർക്കറ്റും അത് ഓൺ ദ ബേസിസ് ഓഫ് ഡ്യൂറേഷൻ, ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻസിൻ്റെ ഡ്യൂറേഷൻ വെച്ചിട്ടാണ് മണി മാർക്കറ്റ്, ക്യാപിറ്റൽ മാർക്കറ്റ് എന്നുള്ള ക്ലാസിഫിക്കേഷൻ ചെയ്തിരിക്കുന്നത്. സോ മണി മാർക്കറ്റ് ആൻഡ് ക്യാപിറ്റൽ മാർക്കറ്റ് ഓൺ ദ ബേസിസ് ഓഫ് ഡ്യൂറബിലിറ്റി ഓഫ് ദ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ് ആർ ട്രേഡഡ് ഇൻ ദ ഫിനാൻഷ്യൽ മാർക്കറ്റ്. ദ മണി മാർക്കറ്റ് ആൻഡ് ക്യാപിറ്റൽ മാർക്കറ്റ് ആർ ക്ലാസിഫൈഡ്. സോ ഈ ഫിനാൻഷ്യൽ മാർക്കറ്റിൽ ഡീൽ ചെയ്യുന്ന ഇൻസ്ട്രുമെൻസിൻ്റെ ഡ്യൂറേഷൻ വെച്ചിട്ടാണ് മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻസും ക്യാപിറ്റൽ മാർക്കറ്റ് ഇൻസ്ട്രുമെൻസും എന്ന് തരംതിരിക്കുന്നത്. അതായത് ഒരു വർഷത്തിൽ താഴെ കാലാവധിയുള്ള ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ് മാത്രം ഡീൽ ചെയ്യുന്ന മാർക്കറ്റാണ് മണി മാർക്കറ്റ്. അപ്പോൾ അങ്ങനെയുള്ള മാർക്കറ്റിലെ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ് ലൈക്ക് കൊമേഴ്സ്യൽ പേപ്പർ, ദെൻ കോൾ മണി, സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ്, ദെൻ ബിൽ ഓഫ് എക്സ്ചേഞ്ച്. അപ്പോൾ ഇത്തരത്തിലുള്ള ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ് ആണ് മണി മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്നത്. അറ്റ് ദ സെയിം ടൈം ക്യാപിറ്റൽ മാർക്കറ്റ് ആണെങ്കിൽ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ് വിച്ച് ഹാവിങ് മോർ ദാൻ 1 year ഡ്യൂറേഷൻ, സച്ച് കൈൻഡ് ഓഫ് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ് ആർ ട്രേഡഡ് ഇൻ ദ ക്യാപിറ്റൽ മാർക്കറ്റ്. ലൈക്ക് ഷെയർസ്, ഡിബഞ്ചേഴ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ക്യാപിറ്റൽ മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് ആയിട്ട് ഡീൽ ചെയ്യുന്നത്. ഇനി അടുത്ത മോർട്ട്ഗേജ് മാർക്കറ്റ് എന്ന് പറയുന്നത്. മോർട്ട്ഗേജ് എന്ന് പറയുന്നത് ഒരു വ്യക്തിക്ക് ഒന്നിലധികം ബാങ്കുകൾ ചേർന്നിട്ട് ലോൺ കൊടുക്കുന്ന സംവിധാനമാണ് മോർട്ട്ഗേജ് എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് എ സിംഗിൾ പേഴ്സൺ ഗെറ്റിംഗ് ലോൺസ് ഫ്രം എ ഗ്രൂപ്പ് ഓഫ് ബാങ്ക്സ് ഓർ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഓക്കെ, അപ്പോൾ ഒന്നിലധികം ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിന്ന് ഒരു വ്യക്തിക്ക് കിട്ടുന്ന അഡ്വാൻറ്റേജാണ് മോർട്ട്ഗേജ് മാർക്കറ്റിലൂടെ ലഭിക്കുന്നത്. ദെൻ ഗ്യാരണ്ടി മാർക്കറ്റ് എന്ന് പറയുന്നത് ഒരു വ്യക്തിക്ക് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് കിട്ടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിന് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, ഒരു വ്യക്തിയുടെ ഗ്യാരണ്ടിയിലോ അല്ലെങ്കിൽ മറ്റൊരാളുടെ ഗ്യാരണ്ടിയിൽ ഒരു വ്യക്തിക്ക് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് കിട്ടുകയാണെങ്കിൽ സച്ച് കൈൻഡ് ഓഫ് മാർക്കറ്റാണ് എന്ന് പറയുന്നത് ഗ്യാരണ്ടി മാർക്കറ്റ്. ഇഫ് ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓർ എ പേഴ്സൺ ഗെറ്റിംഗ് ഗ്യാരണ്ടി ഫ്രം അനദർ പേഴ്സൺ so as to give the financial assistance, this is called a guarantee market. Then foreign exchange market where the foreign financial instruments are traded. Okay, ഇപ്പോൾ വിദേശ രാജ്യത്തുള്ള ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ് ഡീൽ ചെയ്യുന്ന മാർക്കറ്റാണ് ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ്. ദെൻ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ്, അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞു ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസിൻ്റെ എവിഡൻസ്, ഡോക്യുമെൻ്ററി എവിഡൻ്റ് ആണ് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഒരു ബെറ്റർ എക്സാമ്പിളാണ്, നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാവുന്നൊരു എക്സാമ്പിളാണ് കറൻസി നോട്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യയുടെ കറൻസി നോട്ട്സ് എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും, ഈ കറൻസി നോട്ട്സ് വെച്ചിട്ട് അത് ജസ്റ്റ് ഒരു പേപ്പറാണ്.
പക്ഷേ അതിൽ സാമ്പത്തിക ഇടപാടുകൾ നടത്താൻ കഴിയുന്നു അല്ലേ. ഇതുപോലെയുള്ള ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ് വെച്ചിട്ട് നമുക്ക് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് നടത്താൻ കഴിയും. ഓക്കെ, ദെൻ അപ്പോൾ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സിൽ മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ്സും ക്യാപിറ്റൽ മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ്സും നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞതാണ്. ഡ്യൂറേഷൻ 1 വർഷത്തിൽ താഴെ വരുന്നത് മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ്സും ഡ്യൂറേഷൻ 1 വർഷത്തിൽ കൂടുതൽ വരുന്നത് ക്യാപിറ്റൽ മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് ആണ്. ക്യാപിറ്റൽ മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ്സിന് വീണ്ടും പ്രൈമറി സെക്കൻഡറി എന്ന് ക്ലാസിഫൈ ചെയ്യാം. അതായത് ഈ പ്രൈമറി മാർക്കറ്റ് അല്ലെങ്കിൽ പ്രൈമറി ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് പറയുന്നത് ഇഫ് എ കമ്പനി ഇഷ്യൂയിങ് സെക്യൂരിറ്റീസ് പ്രൈമറിലി, അതായത് പുതുതായിട്ട് സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്യുന്ന മാർക്കറ്റാണ്, അല്ലെങ്കിൽ ഫ്രഷ് ഹാൻഡ് സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്യുന്ന മാർക്കറ്റ് പ്രൈമറിയും, ദെൻ സെക്കൻഡ് ഹാൻഡ് സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്യുന്ന മാർക്കറ്റ് സെക്കൻഡറി മാർക്കറ്റുമാണ്. ഓക്കെ, അപ്പോൾ സെക്കൻഡറി മാർക്കറ്റിനെ നമ്മൾ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്നും വിളിക്കാറുണ്ട്. കാരണം സെക്കൻഡറി മാർക്കറ്റിന് ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ സ്റ്റോക്ക് എക്സ്ചേഞ്ചസ് ആണ്. സ്റ്റോക്ക് എക്സ്ചേഞ്ചസ് ലൈക്ക് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം തന്നെ നമ്മൾ പഠിക്കേണ്ടതാണ്. ഓക്കെ, ദെൻ ഫിനാൻഷ്യൽ സർവീസസ്, ദാറ്റ് മീൻസ് ഫിനാൻഷ്യൽ ആക്ടിവിറ്റീസ് പ്രൊവൈഡിങ് ബൈ എനി ഓർഗനൈസേഷൻ ഓർ പീപ്പിൾ. അപ്പോൾ ഫിനാൻഷ്യൽ ആക്ടിവിറ്റീസ് എന്ന് പറയുമ്പോൾ അതിനൊരു ഫിസിക്കൽ പ്രസൻസ് ഇല്ല, അതൊരു പ്രവർത്തനമാണ്. അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഫിനാൻഷ്യൽ സർവീസസ്. ഫിനാൻഷ്യൽ സർവീസിനകത്താണ് ഈ വെഞ്ചർ ക്യാപിറ്റൽ, മെർച്ചൻറ്റ് ബാങ്കിങ്, ദെൻ മ്യൂച്വൽ ഫണ്ട്സ്, ലീസിങ്, ഇതെല്ലാം വരുന്നത്. സോ വെഞ്ചർ ക്യാപിറ്റൽ മീൻസ് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് പ്രൊവൈഡഡ് ടു ന്യൂലി സെറ്റപ്പ് കമ്പനീസ് സച്ച് ആസ് സ്റ്റാർട്ടപ്സ്. അപ്പോൾ സ്റ്റാർട്ടപ്സ് പോലെയുള്ള ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പുതിയ സ്ഥാപനങ്ങൾക്ക്, അതായത് എക്സ്പീരിയൻസ് ഇല്ലാത്ത, മാർക്കറ്റിൽ വലിയ എക്സ്പീരിയൻസ് ഇല്ലാത്ത സ്ഥാപനങ്ങൾക്ക് നൽകുന്ന ഫിനാൻഷ്യൽ അസിസ്റ്റൻസിന് നമുക്ക് വെഞ്ചർ ക്യാപിറ്റൽ എന്ന് പറയാം. അപ്പോൾ വെഞ്ചർ ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ വെറും ഒരു ക്യാപിറ്റൽ മാത്രമല്ല എടുത്ത് നൽകുന്നത്, അവിടെ നൽകുന്നത് കുറച്ച് ഫിനാൻഷ്യൽ അഡ്വൈസസ് കൂടിയാണ്. അതായത് ബിസിനസ് എങ്ങനെ നടത്തണം, അങ്ങനെയുള്ള അഡ്വൈസസ് കൂടി നൽകുന്നുണ്ട്. ഇപ്പോൾ കേരള ഗവൺമെൻറ്റിൻ്റെ സ്റ്റാർട്ടപ്പ് മിഷൻ നൽകുന്ന ഒരു ഫിനാൻഷ്യൽ അസിസ്റ്റൻസും അതിൻ്റെ ഒരു അഡ്വൈസസും നമുക്ക് വെഞ്ചർ ക്യാപിറ്റൽ എന്നുള്ള ആ ഒരു പ്ലാറ്റ്ഫോമിനകത്ത് പറയാവുന്നതാണ്. ദെൻ മെർച്ചൻറ്റ് ബാങ്കിങ് അൺലൈസ് ദ ജനറൽ ബാങ്കിങ് സർവീസിന് പുറമെ ലോൺ സിൻഡിക്കേഷൻ, അണ്ടർ റൈറ്റിംഗ്, ഇപ്പോൾ ഷെയർസിനെ അണ്ടർ റൈറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഷെയർസിൻ്റെ മിനിമം ഗ്യാരണ്ടി ഉറപ്പ് നൽകുക, ദെൻ ലോൺ സിൻഡിക്കേഷൻ, ഒരാൾക്ക് വേണ്ടി ഒരു സ്ഥാപനത്തിന് വേണ്ടിയിട്ടുള്ള ലോൺ പല സ്ഥാപനങ്ങൾ ചേർന്നെടുത്ത് കൊടുക്കുക, അത്തരത്തിലുള്ള ജനറൽ ബാങ്കിങ് ആക്ടിവിറ്റീസിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ബാങ്കിങ് ആക്ടിവിറ്റീസാണ് മെർച്ചൻറ്റ് ബാങ്കിങ്ങിനകത്ത് വരുന്നത്. അതായത് ഫോർ ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ്, ഫോർ ബിസിനസ് ഡെവലപ്മെൻറ്റ്സ്, such kind of financial assistance are provided. Then mutual funds. So as to invest in a huge fund, the mutual fund agencies collect from a large number of people. അതായത് ഫിനാൻസ് ലാർജ് നമ്പർ ഓഫ് പീപ്പിളിൽ നിന്ന് കളക്ട് ചെയ്ത് പല സ്ഥാപനങ്ങളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും വലിയ ഫണ്ടുകളിലോ ഒക്കെ നിക്ഷേപിക്കുന്നതാണ് മ്യൂച്വൽ ഫണ്ട്. മ്യൂച്വൽ ഫണ്ട് മീൻസ് അതിൻ്റെ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം, ഇറ്റ്സ് എ കളക്റ്റീവ് ഫണ്ട്. സോ കളക്റ്റീവ് ഫണ്ട്, ദ ഫണ്ട് ഈസ് കളക്ടിങ് ഫ്രം വേരിയസ് people from a lot of geographical area. ഓക്കെ, അപ്പോൾ ഒരുപാട്, ഇപ്പോൾ ഇന്ത്യയിലാണെങ്കിൽ തന്നെ നമുക്കറിയാം ഒരുപാട് ലക്ഷക്കണക്കിന് ആളുകളിൽ നിന്ന് കളക്ട് ചെയ്യുന്ന ഫണ്ടാണ്. ഇപ്പോൾ മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത് ചെറിയ എമൗണ്ടിൽ പോലും ആളുകൾക്ക് നിക്ഷേപിക്കാൻ പറ്റും. പക്ഷേ അങ്ങനെ കളക്ട് ചെയ്ത് വരുന്ന ഫണ്ട് വലിയ ഇൻവെസ്റ്റ്മെൻറ്റുകളിലൊക്കെ നിക്ഷേപിക്കുന്ന സ്കീംസാണ് മ്യൂച്വൽ ഫണ്ട്. മാത്രമല്ല മ്യൂച്വൽ ഫണ്ടിൻ്റെ പ്രത്യേകത ഏതെങ്കിലും ഒറ്റ സ്കീമിൽ കൊണ്ട് നിക്ഷേപിക്കാതെ വ്യത്യസ്തമായിട്ടുള്ള സ്കീമുകളിൽ നിക്ഷേപിക്കും. സോ ആസ് ടു റെഡ്യൂസ് ദ റിസ്ക്. കാരണം ഏതെങ്കിലും ഒരു സ്കീമിൽ മാത്രം നിക്ഷേപിച്ച് ആ സ്കീമെല്ലാം പൊളിഞ്ഞു പോവുകയാണെങ്കിൽ ഉണ്ടാകുന്ന നഷ്ടം ഒഴിവാക്കാൻ വേണ്ടി വ്യത്യസ്തമായിട്ടുള്ള സ്കീമുകളിൽ നിക്ഷേപിക്കുന്ന സ്കീമാണ് മ്യൂച്വൽ ഫണ്ട്. സോ മ്യൂച്വലി കളക്ടിങ് ഫിനാൻസ് ഫ്രം ദ പീപ്പിൾ. ഓക്കെ, ദെൻ ലീസിങ് ഈസ് എ കൈൻഡ് ഓഫ് ബിസിനസ് ആക്ടിവിറ്റി വിച്ച് ഈസ് എ ഫിക്സഡ് അസറ്റ് ഈസ് ഗീവിങ് ഫോർ റെൻറ്റ് ബേസിസ്. അതായത് ലെസ്സർ എന്ന് പറയുന്ന ഒരു പാർട്ടി, ലെസ്സി എന്ന് പറയുന്ന പാർട്ടിക്ക്, അപ്പോൾ ലീസിങ്ങിൽ വരുന്ന 2 പാർട്ടീസാണ്. സോ ലെസ്സറിൻ്റെ കയ്യിലുള്ള ഫിക്സഡ് അസറ്റ് ലെസ്സിക്ക് പാട്ടത്തിന് അല്ലെങ്കിൽ റെൻറ്റിന് നൽകുന്ന ആ ഒരു ആക്ടിവിറ്റിയാണ് ലീസിങ് എന്ന് പറയുന്നത്. സോ ഇത്തരത്തിലാണ് ഫിനാൻഷ്യൽ ആക്ടിവിറ്റീസ് വരുന്നത്. സോ ഈ ഫിനാൻഷ്യൽ ആക്ടിവിറ്റീസിൻ്റെ ഒരു ബേസിക് മീനിങ്സും ഫിനാൻഷ്യൽ ആക്ടിവിറ്റീസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ടേംസിൻ്റെ ഒരു ബേസിക് മീനിങ്സ് മാത്രമാണ് ഞാൻ ഈ ഒരു സെഷനിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. സോ ആസ് ടു മേക്ക് ദ ബേസിക് മീനിങ്സ് ഓഫ് ഫിനാൻഷ്യൽ മാർക്കറ്റ് ഈസ് ഫെമിലിയർ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട അടിസ്ഥാനപരമായിട്ടുള്ള ഒരു അറിവിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു സെഷൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യുക. മാത്രമല്ല ഈ ഒരു സബ്ജക്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തിട്ടുണ്ട്. അതെല്ലാം നിങ്ങൾ പഠിക്കണം. അതിനോടൊപ്പം തന്നെ ഏതെങ്കിലും ടേംസിൽ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ, മീനിങ്ങിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായും അത് നിങ്ങൾ വാട്സപ്പിലൂടെയും അല്ലെങ്കിൽ ഡയറക്റ്റോ ചോദിക്കണം. ഓക്കെ, താങ്ക് യു ഓൾ. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് സെഷൻ.